ഓരോ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്ന മെഷീൻ. ഈ ഹാൻഡിൽ നമ്മൾ രണ്ട് കാര്യത്തിനാണ് ഉപയോഗിക്കുക. ഓവർ ബോട്ടം മെഷീനാണ്, കേരളത്തിലെ ഫസ്റ്റ് മെഷീനാണ്. വലിയ മെഷീനാണ്, നല്ല നീളത്തിൽ കിടക്കുകയാണ്. കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റിൽ ഒരു കവർ ആവൂല, ഇത് 1 മിനിറ്റിൽ 100 കവറായി കിട്ടും. സ്ലിറ്റ് മെഷീനാണ് ഈ കാണുന്നത്. ഇത് ജമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് സെന്റർ കട്ട് ചെയ്യാം. ഓ അത് ശരി. ഈ റോപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതല്ല. F0 എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിന് അടുത്തായിട്ട് ചെറുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. പാക്വെൽ പേപ്പർ ബാഗ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബാഗുകൾ, നമ്മൾ പേപ്പർ ബാഗുകളില്ലേ, അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് 1 മിനിറ്റിൽ 100 പീസൊക്കെ പേപ്പർ ബാഗുകൾ ചെയ്യുന്ന, അതും വളരെ ക്വാളിറ്റിയോട് കൂടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നമ്മൾ കാണാൻ പോവാണ്. നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. പാക്വെൽ പേപ്പർ ബാഗ് കമ്പനിയുടെ പാർട്ണറായിട്ടുള്ള ഷെറിൻഖാന് മുന്നേ ഞാനിപ്പോൾ ഷെറിൻഖാൻ ഞാൻ ഇവിടെ വരാൻ കാരണം വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി പേപ്പർ ബാഗുകൾ നിങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അതും ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ വെച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ചെയ്തെടുക്കുന്ന രീതി അതൊന്ന് പറയുമോ? ഇത് ഫസ്റ്റിൽ റോള് വരുത്തി കഴിയുക. ഇത് റോളുകൾ പറഞ്ഞാൽ ഇമ്പോർട്ടഡ് റോളും ഉണ്ട്, ഇന്ത്യൻ റോളുകളും ഉണ്ട്. ഇമ്പോർട്ടഡ് റോള് ഇന്ത്യൻ റോളായാലും വലിയ ജംബോ റോളുകളാണ് ഉണ്ടാകുക. ജംബോ റോളുകൾ സ്ലിറ്റ് ചെയ്യും. കളേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് ഇതിന്? ബ്രൗൺ, വൈറ്റ് ഇതാണ്ടാകുക. മെയിൻ ആയിട്ട് വരുന്ന 2 കളേഴ്സ്. പിന്നെ ബാക്കിയുള്ള കളേഴ്സ് പ്രിന്റിങ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ആ കളറുകൾ സ്ലിറ്റ് മെഷീനാണ് ഈ കാണുന്നത്. ഇത് ജംബോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം, സെന്റർ കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് ബാഗിന്റെ സൈസിനനുസരിച്ച്. ബാഗിന്റെ സൈസ് ഇത് ജംബോ റോളാണ്, അത് ഇതാക്കി എടുക്കുക. അത് ലൈൻ ഇതേമാതിരി ഇവിടെ കയറ്റിക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് റോൾ ഇതേമാതിരി ലൈൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ബ്ലേഡിൽ ഇത് കട്ടാവും. ഇവിടെ ഒരു ബ്ലേഡ് വരുന്നുണ്ട്, സെറ്റ് ആക്കും. ഇതിന് അളവിനനുസരിച്ച് നമ്മൾ ബ്ലേഡ് സെറ്റ് ആക്കും. ഈ ബ്ലേഡിനനുസരിച്ച് സെറ്റ് ആക്കിക്കുകയാണെങ്കിൽ ഇതേമാതിരി ലൈന് അങ്ങനെ പോകണ്ടില്ലേ, ഇതിലിട്ടുകയാണെങ്കിൽ 2 ഷാഫ്റ്റ് ഉണ്ട്. ആ 2 ഷാഫ്റ്റിൽ ഒരു റോൾ അപ്പുറവും ഒരു റോള് ഇപ്പുറമായിട്ട് റോൾ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓ ശരി. അത് നമ്മൾ കൊടുത്ത സൈസിനനുസരിച്ച് ഇവിടെ റോൾ ആയിക്കൊണ്ടിരിക്കുക. അതേമാതിരി വരും. ഓക്കെ, ഇത് റോളായതിനു ശേഷം പിന്നെ ഇത് ഇവിടത്തേക്ക് അടുത്തത് ഇനി പ്രിന്റിംഗ് ആണ് സെക്ഷൻ. ഇത് ഫ്ലക്സോ പ്രിന്റിംഗ് മെഷീനാണ്. എന്ന് വെച്ചാൽ ബ്ലോക്ക് വെച്ചിട്ട് 6 കളർ വരെ പ്രിന്റ് ചെയ്യാവുന്ന മെഷീനാണ്. അത് ശരി. ഒരേ സമയം 6 കളർ ചെയ്യാൻ പറ്റും ഒരേ ടൈമിൽ. അത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഈ ഒരു ഡിസൈൻസ് ഇത് ഓരോ ഷോപ്പ് കമ്പനി നിങ്ങൾക്ക് തരുന്നതാണ്? ഷോപ്പുകാരെ ഡിസൈനാണ്. ഇതിനനുസരിച്ച് അച്ചുണ്ടാക്കിയിട്ട് പ്രിന്റ് ചെയ്യും. ഇതിപ്പോ ചെയ്യുന്നത് സിംഗിൾ കളറാണ്. ഇതിപ്പോ ലോഡ് സ്ലിറ്റ് ചെയ്ത റോള് ഇവിടെ ലോഡ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ പോവുകയാണല്ലേ? അങ്ങനെ പോകും. നല്ല നല്ല ഭംഗിയിട്ട് ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ പോകുന്ന കാണാൻ. ഇങ്ങനെ പോയിട്ട് അവിടെ ബ്ലോക്ക് ഒട്ടി, ഈ അച്ചിന് നമ്മൾ ബ്ലോക്ക് എന്ന് പറയും. ഈ ബ്ലോക്ക് ഈ സിലിണ്ടറിൽ ഇവിടെ ഒട്ടിക്കുക ചെയ്യാം. ഇതിപ്പോ സിംഗിൾ കളറിന്റെ വർക്കാണ് ഓടിക്കൊടുക്കുന്നത്. ആ സിംഗിൾ കളറിൽ ഇവിടെ കളർ ഒട്ടിച്ച് പിന്നെ ബ്ലോക്ക് ഒട്ടിച്ച് കളർ ട്രയൽ കളർ ഒഴിച്ചിക്കുകയാണെങ്കിൽ മെഷീൻ ഓൺ ആക്കിയാൽ ഇതേമാതിരി ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ പോകും. ഇതിന്റെ മുകളിലേക്ക് റിപ്പീറ്റ് റോളായി വരികയാണ്. അപ്പോൾ പ്രിന്റിങ്ങിന്റെ സെക്ഷൻ ഇതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നല്ല പ്രിന്റ് തന്നെയാണ്. ഇതിന് ശേഷം പ്രിന്റ് ചെയ്ത റോള് ഇവിടെ ലോഡ് ചെയ്യും. ഇത് സ്ക്വയർ ബോട്ടം റോൾ ഫീഡിംഗ് സ്ക്വയർ ബോട്ടം മെഷീനാണ്. കേരളത്തിലെ ഫസ്റ്റ് മെഷീനാണ്. വലിയ മെഷീനാണ്, നല്ല നീളത്തിൽ കിടക്കുകയാണ്. നീളത്തിൽ ഓട്ടോമാറ്റിക് മെഷീനാണ്. റോള് ഫസ്റ്റിൽ ഇവിടെ ലോഡ് ചെയ്യും. ഇതിന് നമ്മൾ എന്താ ചെയ്യുമ്പോൾ എന്താണ് കവർ ആക്കുക. ഈ പ്രിന്റ് ചെയ്ത റോള് കവർ ആക്കണം. ആ കവർ ആക്കുന്ന സെക്ഷനാണിത്. ഈ ഫസ്റ്റിൽ ഇവിടെ ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത് ഇങ്ങനെ കയറ്റിക്കുകയാണെങ്കിൽ ലൈൻ ഇതേപോലെ ഇങ്ങനെ പോകും. ഇങ്ങനെ പോയിക്കാണെങ്കിൽ ഈ മേലെ കാണുന്ന ഇവിടെ സൈഡിൽ ഒട്ടിക്കാനുള്ള ഗമ്മായി വരികയാണ്. ഓ, ഒരു സൈഡിൽ ഇങ്ങനെ ഗമ്മ് കാണുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഒരു സൈഡിൽ മാത്രമേ ഇതിന് ഗമ്മ ആവശ്യമുള്ളൂ. ഒരു സൈഡ് ഇവിടെ ഒരു സൈഡ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ബാക്കി സെക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗത്താണ് അടുത്ത ഗമ്മ വരുന്നത്. നമ്മൾ സൈസിനനുസരിച്ച് പ്ലേറ്റ് ഇവിടെ മാറ്റിക്കുകയാണെങ്കിൽ ആ സൈസിനനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് സൈസ്. ഓക്കെ, ഇത് മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് അവിടെ ബ്ലേഡ് കണ്ട് ആ സൈസിനനുസരിച്ച് ബ്ലേഡ് ഓട്ടോമാറ്റിക് കട്ടാവും. കട്ടായി കഴിഞ്ഞിട്ടാണ് മേലേക്ക് പോയിട്ട് പിന്നെ അടിഭാഗം ഒട്ടിക്കാനുള്ള മടക്ക് ആയി വരികയാണ്. അത് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ സാധാരണ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ മെഷീൻ ഇതേപോലെ മടക്കി എടുക്കുന്നത്. കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റിൽ ഒരു കവർ ആവൂല, ഇത് 1 മിനിറ്റിൽ 100 കവറായി കിട്ടും. 1 മിനിറ്റിൽ 100 കവർ, 100-120 കവർ. അവിടെ 100 ഇതിലാണ് ഓടിക്കുന്നത്. റോള് കയറ്റി അതങ്ങനെ പോയിക്കാൻ സൈഡ് അടി മടക്കി ഗമ്മ് ഒട്ടിക്കുന്ന അടിഭാഗത്തുള്ള ഗമ്മ് ഒട്ടിക്കുന്ന ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒട്ടിച്ച് താഴെ കൂടെ പോയി ആ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും കവറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കവറായിട്ട് കിട്ടും. ഓ, ഇത് പുറത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കവറായിട്ട് കിട്ടും. ഇനി ഇതിന്റെ മുകളിൽ ഒരു ഹാൻഡിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരൂ. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കവറിന്റെ ഷേപ്പായി അതേപോലെ തന്നെ കവറിന്റെ
സൈസായി, പ്രിന്റിംഗ് ആയി ഒക്കെ കറക്റ്റ് ഭംഗിയിലേക്ക് ഇത് പുറത്തേക്ക് വന്നു. അപ്പൊ ഇതിന് ശേഷം പിന്നെ ഇനി ഇത് ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ ഫസ്റ്റ് വേണ്ട ഹാൻഡിൽ ഉണ്ടാക്കണം. ഈ ഹാൻഡിലും ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്. ശരി. ഈ ഹാൻഡിൽ ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ സ്ലിറ്റ് മെഷീനിൽ ചെറിയ സൈസ്, വളരെ ചെറിയ 3 ഇഞ്ച് 4 ഇഞ്ച് 2 ഇഞ്ചിലൊക്കെ സ്ലിറ്റ് ചെയ്തിട്ട് ആ സ്ലിറ്റ് ചെയ്ത റോള് ഇവിടെ കയറ്റും. ഇവിടെ കയറ്റിയിട്ട് ഈ 2 റോൾ ഇങ്ങനെ പോണില്ലേ, ആ റോള് കയറ്റിയിട്ടാണ് റോപ്പായി മാറുന്നത്. അത് ശരി. ഈ റോപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതല്ല? അല്ല, കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതും ഇവിടെ തന്നെ ചെയ്യണം. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗത്തോടെ നിങ്ങൾ ഷീറ്റ് കൊടുക്കുക, അടുത്തൊരു ഭാഗത്തേക്ക് റോപ്പായിട്ട് മാറി. ഒരേ ടൈമിൽ 2 റോപ്പ് 2 യൂണിറ്റ് വർക്ക് ചെയ്യേണ്ടത്. ഒരു മെഷീൻ തന്നെ 2 റോപ്പ് കിട്ടും. ഇനി ഹാൻഡിൽ ഉണ്ടാക്കാനാണ് ഇതുവരെ ഇപ്പൊ റോപ്പാണ് ഉണ്ടാക്കിയത്. ഈ ഉണ്ടാക്കിയ റോപ്പ് കൊണ്ട് നമ്മൾ ഹാൻഡിൽ ഉണ്ടാക്കണം. ആ ഹാൻഡിൽ ഉണ്ടാക്കുന്ന മെഷീനാണ് ഈ കാണുന്നത്. ആ റോപ്പ് ഇവിടെ ആഡ് ചെയ്ത് അതിലൂടെ ഈ ഇത് മെഷീൻ ഇങ്ങനെ പോണത് കണ്ടില്ലേ, അതേമാതിരി ഇങ്ങനെ പോയി ഒരു എസ് രൂപത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ ഓണാക്കിയാൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് ഇവിടെ ഒരു ഷീറ്റും കാണുന്നുണ്ടല്ലോ അതിന്റെ കൂടെ തന്നെ. അത് അതിന്റെ അടിയിൽ നമ്മൾ ഒട്ടിക്കാനുള്ള ഭാഗമാണ്. അതായത് നമ്മുടെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യേണ്ട ആ റോപ്പിനെ ഫിക്സ് ചെയ്യാനുള്ള 2 ഷീറ്റാണത്. അതാണ് ഈ കാണുന്നത്. അതാണ് കാണുന്നത്. ആ ഒരു ഭാഗത്ത് ഗമ്മ് തേച്ചിട്ടാണ് നമ്മൾ പേപ്പർ കവറിന്റെ മേലെ ഒട്ടിക്കുക. എസ് മോഡൽ ഇതിങ്ങനെ പോകുമ്പോൾ സെൻട്രൽ ബ്ലേഡ് ഉണ്ട്. ഇത് ഒരേ ടൈമിൽ ഒരു പെയർ ഹാൻഡിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ആ ബ്ലേഡ് കണ്ട് ബ്ലേഡ് കറക്റ്റ് സെന്ററിന് കറക്റ്റ് അതേപോലെ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. തൊട്ടപ്പുറം പോകുമ്പോൾ ആ മുമ്പിൽ കാണുന്ന ഈ ബ്ലേഡ് ഓരോ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്ന മെഷീൻ. സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അത് ഹാൻഡിലായി. ഈ ഹാൻഡിൽ നമ്മൾ 2 കാര്യത്തിനാണ് ഉപയോഗിക്കുക. ഒന്ന് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്ത കവർമേൽ ഒട്ടിക്കും. നമ്മൾ ഇത്ര നേരം ചെയ്തെടുത്ത പ്രിന്റ് ചെയ്ത കവർ അതിന്റെ മേലെ ഒട്ടിക്കാൻ വേണ്ടി. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് ഇരുന്നിട്ട് കുറെ പേര് വേണം. ലേഡീസ് തന്നെയാണ്. പിന്നെ അടുത്തതുള്ള വെച്ചാല് പുറത്തേക്ക് സെയിൽ ചെയ്യാനുള്ളതാണ്. അത് 50,000 20,000 പീസായിട്ട് ഈ യൂണിറ്റുകൾ ഉണ്ടാവും. കുടുംബശ്രീ പോലത്തെ യൂണിറ്റുകൾ, അതേപോലത്തെ കുറെ കമ്പനികളുണ്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ. അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഹാൻഡിൽ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യും. ഈ പേപ്പർ ബാഗിന് വേണ്ട എല്ലാ ഉപകരണം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗമ്മാണ് ഗമ്മ്, പേപ്പറാണ് പേപ്പർ, ഹാൻഡിലാണ് ഹാൻഡിൽ, കംപ്ലീറ്റ് സെയിൽ ഉണ്ട്. ആ പരിപാടി നിങ്ങൾ ചെയ്യുന്നത്? അതും ചെയ്യും. ഞാൻ നിങ്ങൾ മാത്രം ബാഗ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രം വിജയിച്ചാൽ പോരല്ലേ, നാട്ടുകാരും വിജയിക്കും. എല്ലാവർക്കും സന്തോഷമാണ്. ഇത് നമ്മുടെ മറ്റൊരു മെഷീനാണ്, ബാക്ക് ടു ബാഗ് പ്രിന്റ് മെഷീൻ. 2 കളർ പ്രിന്റ് ചെയ്യണ ബാക്ക് ടു ബാഗ് എന്ന് വെച്ചാൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? താഴെ കണ്ടത് റോള് പ്രിന്റ് ചെയ്തിട്ട് ബാഗ് ആക്കുന്ന മെഷീനാണ്. ഇത് ബാഗ് ആയ കവർ എടുത്ത് പ്രിന്റ് ചെയ്യുന്ന മെഷീനാണ്. അത് ശരി. നമ്മൾ ആദ്യം കണ്ടത് ഇത് പ്രിന്റ് ചെയ്തു, അതിനുശേഷമാണ് ബാഗ് ഉണ്ടാക്കിയത്. ഇത് ബാഗ് ഉണ്ടാക്കിയ ശേഷം പ്രിന്റ് ചെയ്യാൻ പോവാണ്. 2 കളർ പ്രിന്റ്. നേരത്തെ കണ്ട പോലെ തന്നെ ബ്ലോക്ക് ഇതേപോലെ ഡൈ അതിനുണ്ടാക്കിയിട്ട് ഡൈ ഇവിടെ ഒട്ടിക്കും. 2 ഡ്രൈയിൽ ഇങ്ക് ഒഴിച്ചിക്കുകയാണെങ്കിൽ 2 കളറേ ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 കളർ ഇട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ കൺവെയർ ബെൽറ്റിൽ വീഴും. കൺവെയർ ബെൽറ്റിൽ വീണിക്കാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരാൾ കളക്ട് ചെയ്യാണ്. ആ കളക്ട് ചെയ്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എണ്ണം കൗണ്ടിങ് ക്ലിയർ ആക്കി ഹാൻഡിൽ ഒട്ടിച്ച് പാക്ക് ചെയ്ത് അയക്കും. ഇത് നമ്മുടെ വേറൊരു മെഷീനാണ്, പഞ്ചിങ് മെഷീൻ. ഈ ഷീറ്റ് പഞ്ച് ചെയ്തിട്ട് കവറും ആക്കും. കേക്ക് ബോക്സ്, ബേക്കറിക്ക് ആവശ്യമുള്ള പിസ്സ ബോക്സ് ആയിട്ട് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഉപയോഗിക്കുന്ന ബോക്സാണ്. ചെറിയ സ്മോൾ ബോക്സ്. ഇതിന് പാകമായിട്ടുള്ള സൈസിനനുസരിച്ച് ഡൈ ഉണ്ടാക്കും. ആ ഡൈ സെറ്റ് ചെയ്തിട്ട് ഷീറ്റ് ഓരോന്ന് പഞ്ച് ചെയ്ത് എടുക്കുന്ന രീതിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാഗ് നിർമ്മിക്കുന്ന ആ ഒരു നിർമ്മാണ രീതി കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 2-3 കാര്യങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ ബാഗ് നമ്മൾ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്? പ്ലാസ്റ്റിക് കവർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഈ ബാഗ് കൊടുക്കുന്നുണ്ട്. ഫുഡ് വെയർ, ബേക്കറി, ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ്സ്, അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ ബാഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ബേക്കറി പറഞ്ഞു, ഹോട്ടലിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? കണ്ടെയ്നർ ബാഗ്സ് കൊണ്ട് കൊടുക്കും. അപ്പൊ എന്നാലും ഇത് ഫുഡ് ഗ്രേഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഫുഡ് ഗ്രേഡും ഉണ്ട്. ടെക്സ്റ്റൈൽസ് ഉപയോഗിക്കുന്നത് സാധാ ഗ്രേഡ് പേപ്പറുണ്ട്. സെപ്പറേറ്റ് റോളുകളാണ് നിങ്ങൾക്ക് ഇവിടെ. ഇത് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട പ്രിന്റ് മെഷീന് 5000 പീസ് മിനിമം ക്വാണ്ടിറ്റി വേണം പെർ സൈസ്. പിന്നെ രണ്ടാമത് കണ്ടത് 500 പീസ് പ്രിന്റിങ്ങിന്റെ ക്വാണ്ടിറ്റി കിട്ടിയാൽ മതി. അത് 2 സൈസ് ആണെന്നുണ്ടെങ്കിൽ 250 അങ്ങനെയും അടിക്കാൻ പറ്റും. 2 സൈസ് മിനിമം 500 പീസ് പ്രിന്റിങ് കിട്ടിയാൽ മതി. 500 വെച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. വലുതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 5000 പീസ് കിട്ടണം. ഏതൊക്കെ സൈസ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? സൈസ് 9-12 മുതൽ 15-17 വരെ നമ്മൾ സൈസ് ചെയ്യുന്നുണ്ട്. ഇനി കസ്റ്റമൈസ്ഡ് സൈസ് വേണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാനും തയ്യാറാണ്. അതും റെഡിയാണ്. ഓക്കെ. ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എവിടെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓൾ കേരള. പിന്നെ ചില്ലറ പുറത്തേക്ക് അവരൊക്കെ തമിഴ്നാടുകളിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ്. ഓൾ കേരള അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് എവിടെ എന്ന് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്. ഇതിന് ഇനി ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്.
എങ്ങനെയാണ് നിങ്ങളുടെ പ്രൈസ് റേഞ്ച് വരുന്നത്? പ്രൈസ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ 4 റുപ്യ മുതൽ ഈ ഹോട്ടൽ കണ്ടെയ്നർ കവറിനൊക്കെ 4 റുപ്യ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ അത് പോയിട്ട് ഹൈ ക്വാളിറ്റി കവർ വരെ ഉണ്ട്, 45 രൂപയുടെ കവർ വരെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നു. ഓക്കെ, എന്തായാലും വലിയ സന്തോഷം. വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പാക്വെൽ പേപ്പർ ബാഗ്സ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള നസീർ ഖാൻ മുന്നിലായിരുന്നത്. നസീർ ഖാൻ, എനിക്ക് അറിയേണ്ടത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി, അതേപോലെ കമ്പനിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഈ കമ്പനി പാക്വെൽ പോളിപ്ലാസ്റ്റ് എന്ന പേരിലായിരുന്നു സ്ഥാപനം നടത്തിയിരുന്നത്. ആ സ്ഥാപനം തുടങ്ങാൻ കാരണം വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് കടക്കണമെന്ന് തോന്നിയപ്പോൾ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് പേപ്പർ ബാഗ് ചെയ്യാന്നുള്ളത്. ഇത് എത്ര വർഷമായി ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട്? 40 വർഷത്തിലേറെയായി. 40 വർഷത്തിന് മുകളിലായി. അതിനുശേഷം പേപ്പർ കവർ അന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമായിരുന്നു. ഈ ഇന്നത്തെ സ്റ്റൈലുള്ള പേപ്പർ കവറല്ല, അന്ന് ബേക്കറികൾ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന കവറായിരുന്നു. അതിനൊരു മാറ്റം വന്നത് പ്ലാസ്റ്റിക് ബാഗിലേക്ക് തിരിയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ബോംബെ പോയി ആദ്യമായിട്ട് ബോംബെയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് നല്ല നിലയിൽ പോയപ്പോൾ തോന്നിയ ഒരു കമ്പനി എന്നുള്ള ആഗ്രഹത്തിൽ 1999 കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 99 കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 5 കൊല്ലം എലത്തൂരിൽ നിന്ന് പാക്വെൽ പോളിപ്ലാസ്റ്റ് എന്ന വലിയ സ്ഥാപനം നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ഫെറോക്ക് ചെറുവണ്ണൂരുള്ള ഇപ്പോൾ കാണുന്ന ഈ യൂണിറ്റിലേക്ക് വന്നത്. ഈ യൂണിറ്റിൽ 25 വർഷത്തോളം ഈ യൂണിറ്റ് നടത്തിയെങ്കിലും ഒരു സുപ്രഭാതത്തിൽ സർക്കാരിൻ്റെ പേപ്പർ പ്ലാസ്റ്റിക് കവർ നിരോധനം വന്നപ്പോൾ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. നിരോധനം വന്നതിന് ശേഷം ഇത് കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാതിരിക്കുക. ഇത് പണിക്കാരുണ്ട്, ഞാനുണ്ട്. ദിവസം രാവിലെ ഓഫീസിൽ വരും, ഇവിടെ ഇരുന്ന് വർത്താൻ പറഞ്ഞ് വൈകുന്നേരം പോകും. നമ്മുടെ സാധനം എടുത്തിരുന്ന ഷെറിന് നിസർക്കടി എന്താ നമ്മൾ ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉള്ളത്, പ്ലാസ്റ്റിക് ഏതെങ്കിലും പോയി പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം ഡൽഹിയിൽ പോയിട്ട് ഇങ്ങനെ കമ്പനിയായിട്ട് പരിചയമുണ്ട്, ഷൈൽ ക്രാഫ്റ്റ് എന്ന കമ്പനി പരിചയമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് പേപ്പർ ബാഗ് മെഷീനും നോക്കാം. വി ബോട്ടം മെഷീൻ ഉദ്ദേശമാണ് നിങ്ങൾ ഡൽഹിക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്നത്. ഡൽഹിയിൽ പോയി കണ്ടതിന് ശേഷം അവിടുന്ന് എൻ്റെ MDയും എൻ്റെ വർഗീസാറ് മലയാളിയുണ്ട്, അദ്ദേഹമായിട്ട് ഇതാണ് മാർക്കറ്റിംഗ് മാനേജറാണ്. അദ്ദേഹം ചോദിച്ചു, നിസ്സറ നീ ഈ മെഷീൻ കൊണ്ടിട്ട് എന്താക്കാനാണ് ഇവിടെ നാട്ടിൽ? ഈ മെഷീൻ ഒരുപാട് മെഷീൻ കേരളത്തിലുണ്ട്, അത് വർക്ക് ചെയ്ത പല ഭാഗത്തും കിടക്കുന്ന മെഷീനുണ്ട്. നീ ഒരു കാര്യം ചെയ്ത് പുതിയൊരു മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ റെഡി സ്റ്റോക്ക് ഉണ്ട്, അത് വേണം നീ നോക്കുമെന്ന് പറഞ്ഞ് അത് കൊണ്ടേ കാണിച്ചു തരുന്നത്. കാണിച്ചു തന്നപ്പോൾ മെഷീൻ പോയിട്ട് കാണിച്ചു തന്നപ്പോൾ തന്നെ താല്പര്യമായി. 2 ദിവസം അവിടെ നിന്ന് അതിനെ പറ്റി ട്രയലും കാര്യമൊക്കെ എടുത്ത് ഓർഡർ കൊടുത്ത് മെഷീൻ ഇവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം മാർച്ച് മാസത്തിലാണ് മെഷീൻ ഇവിടെ വരുന്നത്. മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്ക് കോവിഡ് വന്ന് 2 കൊല്ലം മെഷീന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം വന്നു. പിന്നീട് കോവിഡെല്ലാം കഴിഞ്ഞ് അവിടെ ഡൽഹിയിൽ നിന്ന് ആൾ വന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചതെന്ന് ഈ ഒരു കൊല്ലമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മാർക്കറ്റിംഗ് ആണ്. കാരണം ഞങ്ങളുടെ അടുത്ത് മാത്രമേ അന്ന് കേരളത്തിൽ കോഴിക്കോട് എൻ്റെ അടുത്ത് മാത്രമേ ഈ മെഷീൻ ഉള്ളത്. അങ്ങനെ ആ മെഷീനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ മെഷീൻ മാത്രം നമുക്ക് പോരാറുണ്ട്. പിന്നെയും ഒരു 3-4 മെഷീന്, സീറ്റ് മെഷീന്, അതുപോലെ കട്ടി മെഷീന്, അതുപോലെ പേപ്പർ ഹാൻഡിൽ ഉണ്ടാക്കുന്ന മെഷീനും ഞങ്ങൾ വാങ്ങുന്നത്. ഇതൊക്കെ ഈ കമ്പനി തുടങ്ങിയ ശേഷം വാങ്ങിയ മെഷീനുകളാണ്. അങ്ങനെ നല്ല രീതിയിലാണ് ഇപ്പോൾ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഏകദേശം ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള മിക്കവാറും പേപ്പർ ബാഗ് കമ്പനിക്കാർക്കും അതുപോലെ ഏജൻറ്റുമാർക്ക് ഷോപ്പുകാർക്കൊക്കെ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ക്വാണ്ടിറ്റി വന്നാലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം നിലവിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമുക്ക് 4-5 ടൺ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന മെഷീൻ നമ്മുടെ അടുത്തുള്ളത്. അതിപ്പോൾ നമ്മളൊരു ദിവസം 2 ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3 ഷിഫ്റ്റ് 3 ഷിഫ്റ്റ് ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇത്രയാണ് പാക്വെൽ പേപ്പർ ബാഗ്സിന്റെ വിശേഷങ്ങൾ. അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടല്ലേ. ഒരു റോൾ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തൂടെ ഇതേപോലുള്ള ബാഗ് ആയിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലുള്ള ഹാൻഡിൽ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ അറിയാൻ പറ്റിയൊരു കാര്യം, നമ്മൾ സ്വന്തമായിട്ട് ഇതേപോലെ ബാഗ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഹാൻഡിൽ, പേപ്പർ, ഗമ്മ്, എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതേപോലുള്ള ബാഗുകൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൂടി നമ്മൾ ഈ ഒരു കമ്പനി നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.